നമ്മളിപ്പോൾ ഒരു പാമ്പ് വിഴുങ്ങും. അപ്പം പാമ്പിൻ്റെ വായിലോട്ട് ചെന്ന് കയറാൻ പോകും. ഇത് വേറെ ഒരിടവുമല്ല, തിരുവനന്തപുരത്തെ കനകക്കുന്നിലാണ്. ജനുവരി 3 വരെ കനകക്കുന്നിൽ ഫ്ലവർ ഷോ നടക്കുകയാണ്. കനകക്കുന്നിൽ പൂക്കളുടെ വസന്തകാലം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. രാത്രി വരുന്നതായിരിക്കും കൂടുതൽ ഉചിതം. പൂക്കളുടെയും ലൈറ്റിന്റെ ഒക്കെ ഒരു വൈബ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബാക്കി കാഴ്ചകളും കൂടെ ഒന്ന് കാണാം. പൂക്കളുടെ ഭംഗി മാത്രമല്ല, നല്ല ലൈറ്റുകളുടെ ഭംഗിയും ആസ്വദിക്കാം. അത് പ്രകാശിക്കണമെങ്കിൽ ഒന്ന് രാത്രിയാകണം. പല വർണ്ണത്തിലുള്ള പൂക്കൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്തുമാത്രം വെറൈറ്റി കളേഴ്സ് ഉണ്ടെന്നോ. മനസ്സിന് നല്ല കുളിർമയും സന്തോഷവും തരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കനകക്കുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുക. 1 മണിക്കൂറോളം നടന്നു കാണാനുള്ള കാഴ്ചകളുണ്ട്. നമ്മൾ വന്ന സമയം നേരത്തെ ആയിപ്പോയി. വെയിൽ താഴ്ന്നതിന് ശേഷമാണ് ഏറ്റവും ബെറ്റർ ഇത് കാണാനൊക്കെ. ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളത്. കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറേ എന്നാൽ ഒരുപാടുണ്ട്. നമുക്കത് കാണാൻ പറ്റണമെങ്കിൽ 7 മണിയൊക്കെ ആവണം. നല്ല അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ 7 മണിയാവണം. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷങ്ങളുണ്ടല്ലോ. അപ്പോൾ അതാണ് അശ്വതി മുതൽ നാളെ തീരുന്നവരെ ഉള്ളതാണ്. അശ്വതിക്ക് കാഞ്ഞിരമരമാണ്, ഭരണി നാളിന് നെല്ലിയാണ്, തിരുവാതിരയ്ക്ക് കരിമരം, പുണർദം മുളയാണ്, പൂയം പറ്റത്തില്ല. കഴിച്ചോ മോള്, കഴിച്ചോ, കുഴപ്പമില്ല. ഇടയ്ക്ക് വെച്ച് നല്ലൊരു സ്മാർട്ട് മോളെ കണ്ടു. യാതൊരു പരിചയവുമില്ല. എന്നിട്ടും നമ്മളെ കണ്ട ഉടനെ ഒരു ചോക്ലേറ്റ് വെച്ച് നീട്ടുകയാണ്. നമുക്കാണ് ചോക്ലേറ്റ് തരുന്നത്. അമ്മമ്മയുടെ കൂടെ ഫ്ലവർ ഷോ കാണാൻ വന്നതാണ്. മോളും നമ്മുടെ കൂടെ കൂടി. പണ്ടത്തെ രാജകൊട്ടാരങ്ങളാണ് ഇതൊക്കെ. തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ് ഈ കനകക്കുന്ന് കൊട്ടാരം. ഓരോ ഫെസ്റ്റിവലും ആഘോഷിക്കുന്നത് കനകക്കുന്നിൽ വെച്ചാണ്. ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാ ആഘോഷങ്ങളും ഇവിടെ ആയിരിക്കും. കൂടുതലും ഭംഗിയുള്ള ഫ്ലവറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊട്ടാരത്തിനുള്ളിലാണ്. ഇനി നമുക്ക് കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. കണ്ടാൽ പ്ലാസ്റ്റിക് എന്ന് തോന്നുന്നതാണ് പല പൂക്കളും. എന്നാൽ ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല, എല്ലാം ഒറിജിനൽ പൂക്കൾ തന്നെയാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതൊക്കെ നമ്മൾ ബൊക്കയിൽ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ വന്നാൽ ഇതെല്ലാം നേരിട്ട് പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഇതൊരു ഈർപ്പം നിലനിർത്തിയാണ് സംരക്ഷിക്കുന്നത്. ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത്. കാരണം പക്ഷേ ഈ കളറൊന്നും അല്ല, നല്ല റെഡിഷ് കളറായിട്ടുള്ളത്, നല്ല റെഡ് കളറായിട്ടുള്ള സാധനം വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. എന്താ വെറൈറ്റി എന്ന് നോക്കിയേ. ഇത് എത്ര ദിവസം നിൽക്കും ഇങ്ങനെ? हाँ, कितना दिन को फुल? 4-5 days. कोई पानी इधर से डालेगा? ഇത് വാടാതെ 5 ദിവസത്തോളം ഇതിൻ്റെ ഈ സ്പോഞ്ചിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ വെള്ളം ഇത് പിടിച്ചുകൊണ്ടിരിക്കും. അതിനാണ് സാധാരണ ഫ്ലവറുടെയിലൊക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പൂ ഇതിൽ നിന്ന് ജലാംശം എടുത്തുകൊണ്ടിരിക്കും. നല്ല ഭംഗിയോടെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അവരെന്ത് ഇപ്പം ഫ്ലവർ ജോലിക്ക് പോലും മലയാളികളില്ലാത്ത അവസ്ഥയായി.
ഒരു പൂ പോലും വാടാതെ എത്രത്തോളം ഭംഗിയില അവർ ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്യുന്നത്. പൂക്കളുടെ ഒരു വർണ്ണവിസ്മയം തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടുത്തെ കനകക്കുന്നിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറക്കൻ ചായയാണ്. കനകക്കുന്നിലെ മാറ്റി മറിച്ചുകൊണ്ട് പറക്കൻ ചായ അടിക്കുന്ന ചേച്ചിയുണ്ട് ഇവിടെ. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ഇവിടുത്തെ വിഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണ്? എത്ര മണിക്കാണ് ചേച്ചി ഫുൾ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ? നമുക്കൊരു 6-6:30 മണിയാകുമ്പോൾ എല്ലാ ഐറ്റംസും സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ചേച്ചിയുടെ ചായയാണ് സ്പെഷ്യൽ. എന്തായാലും കച്ചവടങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നല്ല രീതിക്ക് നടക്കണുണ്ട് കച്ചവടം. എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ? എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ചായ വടയാണ് ഏറ്റവും കൂടുതൽ. മീൻ തലക്കറി, കപ്പ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. 12 മണി വരെ, രാത്രി 12 മണി വരെ ഉണ്ട്. അപ്പം ഞങ്ങൾ വന്ന് ഇച്ചിരി നേരത്തെ ആയിപ്പോയി. അതാണ് എല്ലാ വിഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. സാധനങ്ങൾ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഫ്ലവർ ഷോ ഒക്കെ കണ്ടുവന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് വന്ന് ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനോ എന്തിനായാലും ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ഡെയിലി ഫുഡ്സിന്റെ ഒരു ഫുഡ് കോർട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പെഷ്യൽ ഫുഡും ഇവിടെ കിട്ടും. ഇവരുടെ ചായ ഒരു രക്ഷയില്ല, ഒരു സ്പെഷ്യൽ ചായ തന്നെയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് പഴംപൊരിയുണ്ട്, ബജിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പയും തലക്കറിയും ബീഫ്, പഴംപൊരി, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് ഈ ഫുഡെല്ലാം റെഡിയാകുന്നത്. ഫ്ലവർ ഷോ കാണാൻ വരുന്നവർ ഈ ഡെയിലി ഫുഡ്സിന്റെ ഫുഡ് കോർട്ട് ആരും മറക്കരുത് കേട്ടോ. സൂപ്പർ ഫുഡാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രിവാൻഡ്രത്തിന്റെ സ്പെഷ്യലായ ബീഫും പഴംപൊരിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ചൂട് പഴംപൊരി താമ്പ്യറുള്ളവരെ കഴിക്കാവൂ, ഒരെണ്ണം കഴിക്കാൻ പറ്റുന്നവർ മാത്രമേ കഴിക്കാവൂ. അതുപോലെ തന്നെ മുളക് ബജ്ജിയുണ്ട്. അത്യാവശ്യം എല്ലാം വലിയ സൈസിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഇവരുടെ സ്പെഷ്യൽ ചായയും ചൂട് പഴംപൊരിയൊക്കെ വാങ്ങി. നല്ല ഫുഡാണ്. വൈകുന്നേരമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസും ഉണ്ട്. നല്ലൊരു ടേസ്റ്റി ഫുഡുമാണ്. ഇവിടുത്തെ പൊറോട്ടയും ബീഫുമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഡെയിലി ഫുഡ്സിൻ്റെ ഐറ്റംസ് ആണ്. എല്ലാം അടിപൊളി ക്വാളിറ്റിയും ബ്രാൻഡഡും ആണ്. ഈ കേക്കിന് 150 രൂപയാണ്. സാധാരണ ഇവിടെ പോയി ലൈറ്റിൻ്റെ ഒക്കെ മേടിച്ചാൽ ഇതിന് മേളിൽ വിലയാണ് 170 രൂപയൊക്കെ. അത് നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഡെയിലിയുടെ കേക്കിന് ഇന്നത്തെ വില വെറും 90 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 എണ്ണം മേടിച്ചുകൊണ്ട് അയൽവക്കക്കാർ കൊടുക്കണമെങ്കിൽ ഈ സാധനം മേടിച്ച് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് വാങ്ങിച്ചു. നമ്മൾ നേരത്തെ കഴിക്കാൻ കയറിയ ഡെയിലി ഫുഡ്സിൻ്റെ കൗണ്ടറിൻ്റെ വേറെ ഒരു ഐറ്റംസ് കൂടിയാണ്. അവരുടെ വേറെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഡിസ്പ്ലേ മാത്രമാണിത്. ഇവർക്ക് ഫുഡ് കോർട്ട് മാത്രമല്ല, സ്നാക്സിന്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ മറ്റു കടകളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഡെയിലി ഫുഡ്സിന്റെ ഒത്തിരി പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വരുമ്പോൾ ഈ കൗണ്ടർ ആരും മിസ് ചെയ്യരുതേ. പ്ലം കേക്കിന് വെറും 90 രൂപ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേര് ചുണ്ടൽ എന്നാണ് അല്ലേ? ഇത് എവിടുത്തെ ഐറ്റമാണ്? ഇതെന്തെന്ന് മനസ്സിലായോ? ബ്ലൂബെറി അച്ചാറാണ്. അതായത് നമ്മുടെ പുളിമുട്ടായില്ലേ, പണ്ടത്തെ പുളിമുട്ടായി, അതിന്റെ അതേ ടേസ്റ്റ്. അത് തന്നെയാണ് സംഭവം. അടിപൊളി തേൻനെല്ലിക്കാണ്. ഇത് ഇട്ടിട്ട് 2 മാസേ ആയിട്ടുള്ളൂ. അതാണ് കേട്ടോ കളർ വരാത്തത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുടുംബശ്രീയുടെ പ്രോഡക്റ്റ് ആയ അച്ചാറുകൾ, വെറൈറ്റി അച്ചാറുകളാണ് ഇവിടെ.